അപ്പോൾ ഈ വിഷൻ 2047 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ലവ് ജിഹാദ്. ലവ് ജിഹാദ് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മാത്രമാണ്. 100 കണക്കിന് പെൺകുട്ടികൾ ഈ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടതിന് ശേഷം അനാഥാവസ്ഥയിലായിട്ടുണ്ട്. 100 കണക്കിന് പെൺകുട്ടികൾ. ഇപ്പോൾ ഈ എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന റാങ്ക് ഹോൾഡറായിരുന്ന അനുജ എന്ന പെൺകുട്ടിയെ പാലാരിവട്ടത്ത് തലമൊട്ടയിടിച്ച് തൂങ്ങി നിലയിലാണ് കണ്ടെത്തിയത്. അപ്പോൾ ആ അവസ്ഥ എന്ന് പറയുന്നത് ഈ നമ്മുടെ പെൺകുട്ടികൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ക്രിസ്തീയ സഭകളും ഇപ്പോൾ വിശ്വകർമ്മ സഭ, SNDPയിലെ ഒരു വിഭാഗം ഒക്കെ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളും ഇക്കാര്യത്തിൽ ഈ നിരന്തരമുള്ള പ്രചാരണത്തിൽ കുറേയൊക്കെ ബോധ്യപ്പെട്ടു. ഇപ്പോൾ അഖിലയുടെ വിഷയം വന്നപ്പോൾ അഖില അവസാനം മതപരിവർത്തനം ചെയ്തു. ആ മതപരിവർത്തനം ചെയ്ത അഖിലയുടെ അച്ഛൻ ജനൻ ടിവിയുടെ ചർച്ചയിൽ വന്ന് അന്ന് നമ്മളോട് പരസ്യമായിട്ട് പറഞ്ഞതാണ്, കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ എൻ്റെ മകളെ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു. ഇപ്പോൾ മതപരിവർത്തനം ചെയ്ത ആ പെൺകുട്ടി അവളുടെ അമ്മ മരിക്കുന്ന സമയത്ത് ഇസ്ലാം അല്ല എന്നതുകൊണ്ട്, തൻ്റെ മതവിശ്വാസത്തിലല്ല എന്നതുകൊണ്ട് മാത്രം മരണക്കിടക്കയിൽ ആ മകളെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കാണാതെ പോയി. ഇത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനുള്ള ഒരു ഏറ്റവും വലിയ സൂചനയാണ്. ഇതേപോലെ തന്നെ ക്ഷേത്ര നഗരികളിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം വാങ്ങിക്കൂട്ടുകയാണ്. അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തിൽ 5000 കോടിക്കും 10000 കോടിക്ക് ഇടയ്ക്കാണ് വിപണി എക്സ്പോർട്ട് അടക്കം. അതിൻ്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈയാളുന്നു. 20000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. വ്യാപാര മേഖല, സമ്പത്ത് ഇവിടെ നിന്ന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബോധപൂർവം ഒഴിച്ചു നിർത്താനുള്ള ശ്രമം പോപ്പുലർ ഫ്രണ്ടിൻ്റെയും തീവ്രവാദി സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ കേരളത്തിലെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഇത് തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ പൂഞ്ഞാർ ബെസ്റ്റ് ഓരോ സ്ഥലത്തും ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം, ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ വ്യാപാര സ്ഥാപനം ഉണ്ടെങ്കിൽ അതിനടുത്ത് 1 or 2 കട തുടങ്ങി ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ വിൽക്കുകയും ഇവൻ്റെ കട തകർക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവരവർക്ക് തോന്നിയ വിലയ്ക്ക് വിൽക്കും മൊണോപ്പൊളി ആവുമ്പോൾ. ഇത് എല്ലാ ഭാഗത്തും നടക്കുന്നു. മാത്രമല്ല ഹലാൽ വളരെ നിർദോഷമാണ്, ഇസ്ലാമാണെന്നല്ലേ എന്ന നമ്മുടെ ചോദ്യം. ജനൻ ടി വിയിൽ നമ്മൾ ഹലാൽ ചർച്ചയിൽ ഭക്ഷണത്തിൽ തുപ്പുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോഴും ഇത് നിർബാധം തുടരുന്നു. ഭക്ഷണം ഹലാലാക്കുന്നത് തുപ്പിയിട്ടാണ്. എന്തിനു മനുഷ്യ വിസർജ്യം നമ്മൾ കഴിക്കണം? അപ്പോൾ ഈ ഹലാൽ എന്ന് പറയുമ്പോൾ ഹലാൽ ബോർഡ്, അൽ ഹിന്ദ് ഉലമ എന്ന് പറയുന്ന ഹലാൽ ബോർഡിൻ്റെ സൈറ്റിൽ പോയി നോക്കിയാൽ ഹലാൽ ധനസഹായം ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ എല്ലാ സ്ഫോടന കേസുകളിലെയും പ്രതികൾക്കാണ്. വരുമാനത്തിൻ്റെ ഹലാൽ ഇതിൽ ഉള്ള ഓരോ വ്യാപാര സ്ഥാപനത്തിൻ്റെയും വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം ഹലാൽ ബോർഡിന് കൊടുക്കണം. അവിടെ ഹലാൽ ബോർഡ് വെക്കുന്ന ആ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ 1/3 മുസ്ലിമായിരിക്കണം. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന ഒരു സാമ്പത്തിക പരിവർത്തനം, അപ്പോൾ ഇത് ഇംഗ്ലണ്ടിലെ കൊണ്ടുവന്ന മാറ്റം 1960കളിൽ ഇംഗ്ലണ്ടിലെ ഹലാൽ ഇത് തുടങ്ങിയ സമയത്ത് ഇത് അവസ്ഥ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞതാണ്. അമേരിക്കയിൽ ഇതുണ്ടായി, ഇന്ന് ഭാരതത്തിൽ ഇത് നടക്കുന്നു. അപ്പോൾ ഈ ഹലാൽ വ്യാപാര സ്ഥാപനങ്ങളെ പൂർണ്ണമായിട്ടും ഹിന്ദു സമൂഹവും ക്രൈസ്തവ സമൂഹവും കൈയൊഴുകുകയും നിരാകരിക്കുകയും ചെയ്യണം. ഇതിൻ്റെ എന്ത് പരിഹാരം വേണം എന്നുള്ള കാര്യം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആലോചിക്കണം. ഇത് വർഗീയതയ്ക്കല്ല പറയുന്നത്, ഇത് ജനാധിപത്യപരമായി ദേശീയതയോടൊപ്പം നിൽക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട്. പക്ഷെ അവർ നിശബ്ദരാണ്, അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. എത്ര പേര് ഇപ്പോൾ പലപ്പോഴും ഹമീദ് ചേന്നമംഗല്ലൂരും അടക്കമുള്ള ആരിഫ് ഹുസൈൻ തെരുവത്ത്, ലിയാഖത്ത് അലി തുടങ്ങിയ കുറച്ച് പേരുണ്ടായിരുന്നു. അവരുടെ ഇപ്പോൾ ജാമിദ ടീച്ചർ ഇപ്പോഴും സെക്യൂരിറ്റി റിസ്കിലാണ്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ എക്സ്പോസ്ഡ് ആകുന്നു, പുറത്തു വരുന്നു. ഇറാനിൽ നടക്കുന്ന പർദ്ദയ്ക്കെതിരായ വിപ്ലവം, സൗദി അറേബ്യയിൽ അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറയുന്നു. 80കളിൽ അല്ലെങ്കിൽ 90കളുടെ തുടക്കത്തിലോ കേരളത്തിൽ എവിടെയെങ്കിലും പർദ്ദയുണ്ടായിരുന്നോ?
പർദ്ദ ഉണ്ടായിരുന്നില്ല. ഹജ്ജിന് പോലും പോകുന്ന ആൾക്കാർ പർദ്ദ ഇട്ടിരുന്നില്ല. ഇപ്പോൾ പർദ്ദ ഇല്ലാതെ സ്ത്രീകൾക്ക് പുറത്തു പോകാൻ പാടില്ല. മലപ്പുറം ജില്ലയിൽ മാത്രം 600-ലേറെ ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ നടക്കുന്നു. സാമൂഹ്യ മാധ്യമത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഈ തീവ്രവാദ ഇസ്ലാമിക ഗ്രൂപ്പുകളുടെയും പെയ്ഡ് ജേർണലിസ്റ്റുകളാണ് ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് ശശികല ടീച്ചർ അടക്കമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഹിന്ദു സമൂഹവും ക്രൈസ്തവരും കേരളത്തിൽ മനസ്സിലാക്കണം.